വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. സോ ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓർഡർ ബ്ലോക്സ്, എങ്ങനെയാണ് ഓർഡർ ബ്ലോക്സ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഓർഡർ ബ്ലോക്സിന്റെ പുറകെ ലോജിക് എന്താണ്, ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഓർഡർ ബ്ലോക്സിലോട്ട് വരുന്ന സമയത്ത് ഓർഡർ ബ്ലോക്സ് രണ്ട് ടൈപ്പ് ഓർഡർ ബ്ലോക്സ് ഉണ്ട്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിങ്ങിന്റെ ഒരു ബിഗിനിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് പറയാം. സോ ഫസ്റ്റ് എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നോക്കാം, അതിന്റെ ഒരു തിയറി നോക്കാം, അതിനുശേഷം ഒരു എക്സാമ്പിൾ നോക്കാം. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം, അതിന്റെ തിയറി, അതിന്റെ ഒരു എക്സാമ്പിൾ, ആ രീതിയിൽ നമുക്ക് പോവാം. സോ ഫസ്റ്റ് എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നോക്കാം. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ക്യാൻഡിൽ റീസെന്റ് ആയിട്ടുള്ള ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് അതിനുശേഷം ഒരു സ്ട്രോങ് ബൈങ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു സ്വിംഗ് ലോ ആണ്. സോ സ്വിംഗ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. അതായത് ആ ഒരു സ്വിംഗ് ലോയുടെ താഴെ സെൽ ഓർഡേഴ്സ് കിടക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തു, ആ ഒരു സ്വിംഗ് ലോയുടെ താഴെയുള്ള സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തു. സോ സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്ട്രോങ് ബൈങ് കാണാൻ പറ്റും. അതായത് ഈ ഒരു സ്വിംഗ് ലോയുടെ താഴെയുള്ള സെൽ ഓർഡേഴ്സ് യൂസ് ചെയ്തിട്ട് സ്മാർട്ട് മണി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബൈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൈയിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് മണി ബൈയിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ അവിടെ എൻട്രി പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം പ്രൈസ് തിരിച്ച് ആ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇവിടെ വെച്ചിട്ട് ബൈ ചെയ്യണം. സോ നോർമലി ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഒരു ബൈങ്ങിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ എല്ലാ സമയത്തും ആ ഒരു കണ്ടിന്യൂവേഷൻ കാണാൻ പറ്റാറില്ല, ചില സമയത്ത് അത് ഫെയിൽ ആവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കൺഫർമേഷൻ കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യണത്. ഓക്കെ, സോ ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്മാർട്ട് മണി ബൈ ചെയ്തിട്ടുണ്ട്. സോ ഒരു സ്മാർട്ട് മണി ബൈങ്ങിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണിത്. ആൻഡ് അഗെയിൻ അതിന്റെ താഴോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് മണി ഒരു നെഗറ്റീവിലോട്ട് പോകും, മൈനസിലോട്ട് പോകും. ആൻഡ് ആ ഒരു മൈനസിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൊസിഷൻസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് മണി ഇവിടെ വെച്ചിട്ട് അഗെയിൻ ബൈ ചെയ്യും. അതാണ് ആ ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്കിന് പിന്നുള്ള ഒരു ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു സ്വിംഗ് ലോ കാണാം. ഓക്കെ, ആൻഡ് ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്തു. സ്വീപ്പിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്ട്രോങ് ബൈങ് നമുക്ക് പ്രൈസിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു സമയത്ത് തന്നെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു സ്വിംഗ് ലോഡ് താഴെ സെൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് സ്മാർട്ട് മണി ആ ഒരു സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു സ്ട്രോങ് ബൈങ് നമുക്ക് പ്രൈസിൽ കാണാൻ പറ്റി. അപ്പോൾ ആ ഒരു സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രോങ് അപ്സൈഡിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബാരിഷ് ക്യാൻഡിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ബുള്ളി ഷോർട്ട് ബ്ലോക്ക്. ആൻഡ് അതിൻ്റെ അകത്തോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, സോ ഫസ്റ്റ് ടൈം വന്നു, ഒന്ന് അപ്സൈഡ് പോയി, എഗെയിൻ ഒന്നുകൂടെ വന്നു. അതിനുശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു സ്ട്രോങ് ബൈങ് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് കാണാൻ പറ്റി. അതായത് സ്മാർട്ട് മണി ഇവിടെ വെച്ചിട്ട് ആ ഒരു ബൈങ് പൊസിഷൻസ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് എടുത്തിട്ടായിരിക്കും നമ്മുടെ ബൈ എൻട്രീസ് അവിടെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണത്. ഓക്കെ, സോ ഒരു എൻട്രി കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയുടെ അകത്ത് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് എന്താണ് ഓർഡർ ബ്ലോക്സ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്, ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. സോ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന് നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. സോ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എപ്പോഴും ഒരു സ്വിംഗ് ഹൈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഒരു സ്ട്രോങ് സെല്ല് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിൽ ബൈ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിൽ ആ ഒരു ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തു. സോ ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷം സ്മാർട്ട് മണി എന്ത് ചെയ്തു, ആ ഒരു ബൈ ഓർഡേഴ്സ് യൂസ് ചെയ്തിട്ട് അവരുടെ സെൽ പൊസിഷൻസ് അവിടെ എക്സിക്യൂട്ട് ചെയ്തു. എൻ്റെ അവരുടെ ഒരു ബിഗ് പൊസിഷൻസ് ആയതുകൊണ്ട് പ്രൈസ് നേരെ താഴോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ആ ഒരു സ്മാർട്ട് മണി സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ബെയർ ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ ഒരു സ്മാർട്ട് മണി സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ബെയർ ഷോർട്ട് ബ്ലോക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഡൗൺ സൈഡ് ഡിസ്പ്ലേസ്മെന്റിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. സോ നമ്മളിപ്പോൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം പ്രൈസ് റിട്രേസ് ചെയ്തിട്ട് ആ ഒരു പെയർ ഷോർട്ട് ബ്ലോക്കിലോട്ട് വരുമ്പോൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ എൻട്രി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ ലോ ടൈം ഫ്രെയിം, ഓക്കെ, നിങ്ങളുടെ എൻട്രി ടൈം ഫ്രെയിം ഏതാണ് ആ ഒരു ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ കൺഫർമേഷൻ അല്ലെങ്കിൽ ക്യാൻഡൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ അവിടെ വെച്ച് ആ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യണം. ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈഡ് മുകളിലുള്ള ബൈ ഓർഡേഴ്സ് എടുത്തിട്ട് സ്മാർട്ട് മണി അവിടെ സെല് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്മാർട്ട് മണി സെല്ലിങ്ങിന്റെ ഒരു ഒറിജിൻ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ
പ്രൈസ് അഗെയിൻ തിരിച്ചിട്ട് അതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ സ്മാർട്ട് മണിയുടെ പൊസിഷൻസ് ലോസിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവിലോട്ട് പോകും. സോ ആ ഒരു പൊസിഷൻസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ ആ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുള്ള ഏരിയയിലോട്ട് പ്രൈസ് എത്തുന്ന സമയത്ത് സ്മാർട്ട് മണി അഗെയിൻ അവിടെ വെച്ചിട്ട് സെല് ചെയ്യും. അതായിരിക്കും നോർമലി നമുക്ക് ഈ ഒരു മൂവിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, എല്ലാ സമയത്തും ഇത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ മോസ്റ്റ്ലി ഒരു 50-60% ഓഫ് ദ ടൈംസിലും ഈ ഒരു കാര്യങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ ബ്ലൈൻഡ് ആയിട്ട് എൻ്റർ എടുക്കത്തില്ല, കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ഇനി ഇതിന്റെ ഒരു ബെയർ ഷോർട്ട് ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഞാനൊരു ബെയർ ഷോർട്ട് ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഇവിടെ ഒരു സ്വിംഗ് ഹൈ കാണാം. ഓക്കെ, സോ ഇവിടെ ഒരു സ്വിംഗ് ഹൈ നമുക്ക് കാണാം. സോ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സ്വിംഗ് ഹൈ പ്രൈസ് സ്വീപ്പ് ചെയ്തു. ആ സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലായിരുന്നു. അതിനുശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റി? ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് പ്രൈസിൽ കാണാൻ പറ്റി. അതായത് ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒരു സ്ട്രക്ചർ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ആ ഏരിയയിൽ വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്ട്രോങ് സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ എന്തായിട്ട് മാറും? ഒരു ബെയർ ഷോർട്ട് ബ്ലോക്ക് ആയിട്ട് മാറും. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ബെയർ ഷോർട്ട് ബ്ലോക്ക്. സോ ഈ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റി? ആ ഒരു ബെയർ ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് വന്നതിന് ശേഷം ഒരു സ്ട്രോങ് സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റിയില്ലേ? ഓക്കെ, സോ ജസ്റ്റ് ടാപ്പ് ചെയ്തു, അതിനുശേഷം ഒരു സ്ട്രോങ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ട്രേഡിലോട്ട്, ആ ഒരു ഷോർട്ട് ട്രേഡിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു ബെയർ ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ള എന്താണ് ഔട്ട് ബ്ലോക്സ്, എങ്ങനെയാണ് ഔട്ട് ബ്ലോക്സ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചോളൂ. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.